5 വർഷത്തിൽ കൂടുതലായി ഞാനിത് യൂസ് ചെയ്യുന്നു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞങ്ങളുടെ വീട്ടിലെ താരമാണ് ഞങ്ങളുടെ ഈ ബയോഗ്യാസ്. ഹലോ ഗൈസ്, ഇതാണ് നമ്മുടെ താരം. നമ്മളുടെ കിച്ചണിൻ്റെ എല്ലാം ഇവനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെൻറ്റ് മുഴുവനും ഇവനിലൂടെയാണ് നടക്കുന്നത്. നമ്മുടെ ഫുഡ് വേസ്റ്റ് ആണെങ്കിലും കോഴിയുടെ വേസ്റ്റ് ആണെങ്കിലും ഇൻക്ലൂഡിങ് നമ്മൾ പിടിക്കുന്ന എലിയാണെങ്കിൽ പോലും നമ്മൾ ഇതിനകത്താണ് കളയുന്നത്. കോഴി വളർത്തൽ എനിക്ക് പണ്ട് ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു. ആദ്യമൊക്കെ കൂടിൻ്റെ അടിയിൽ അറക്കപ്പൊടി ഇട്ട് ആ വേസ്റ്റും ഈ അറക്കപ്പൊടിയും കൂടെ 2-3 ദിവസം കഴിയുമ്പോൾ വാരി മണ്ണിൽ കുഴിച്ചിടും. അല്ലെങ്കിൽ ഇതെടുത്ത് ഡ്രൈ ആക്കി ചാക്കി കെട്ടിവെക്കും. പ്രാക്ടിക്കലി വളരെ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ കോഴി വളർത്തൽ അവസാനിപ്പിക്കാമെന്നൊരു സ്റ്റേജ് എത്തിയപ്പോഴാണ് ബയോഗ്യാസ് എന്നൊരു ഐഡിയ വന്നത്. ചാണകത്തിൽ നിന്നും ബയോഗ്യാസ് ഉണ്ടാക്കാം, പിന്നെ എന്തുകൊണ്ട് കോഴിയുടെ വേസ്റ്റിൽ നിന്നായിക്കൂടാ? അങ്ങനെ ബയോഗ്യാസ് പ്ലാന്റ് 5 ഇയേഴ്സ് ബാക്ക് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു. പ്ലാന്റിൻ്റെ ഹൈറ്റിനനുസരിച്ച് കോഴിക്കൂട് സെറ്റ് ചെയ്തു. അതിനുശേഷം ഇൻലെറ്റ് ട്യൂബ് കട്ട് ചെയ്ത് ഒരു ടീ ജോയിൻ്റ് കൊടുത്ത് കോഴിയുടെ വേസ്റ്റ് വരാനുള്ള ഒരു പാസേജ് കൂടെ ഉണ്ടാക്കി. കോഴിക്കൂടിൻ്റെ അടിയിൽ ഒരു ലോങ് ഷീറ്റ്, മെറ്റൽ ഷീറ്റ് നമ്മൾ വെച്ചു. അപ്പോൾ വേസ്റ്റ് എല്ലാം അതിൽ വന്ന് കിടക്കും. ഈ വേസ്റ്റുകളെല്ലാം നമ്മൾ ഈ ഒരു തൂമ്പ പോലത്തെ സാധനം വെച്ച് വടിച്ച് അടിയിലുള്ള പാത്തിയിലേക്ക് ഇടും. അപ്പം ഇങ്ങനെ വടിച്ചിടാൻ എളുപ്പമാണ്, കാരണം ഇതിനകത്ത് വെള്ളം ഒന്നുമില്ല, കോഴിയുടെ വേസ്റ്റ് മാത്രമേ ഉള്ളൂ. എൻ്റെ ഈ ആയുധം അന്നത്തെ ജോലിക്കാർ എനിക്ക് ഉണ്ടാക്കി തന്നതാണ്. വളരെ എളുപ്പമാണ്. ഇത് മാത്രമേ ഉള്ളൂ ഈ കോഴിക്കൂടിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന ആകെയുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ്. ഇനി വെള്ളം ഒഴിച്ച് കഴുകുവാണ്. ആദ്യമേ തകരപ്പാട്ട കഴുകും. അതിനുശേഷം ഈ പാത്തി മുഴുവനും കഴുകി ഈ കോഴിയുടെ വേസ്റ്റ് ഈ വെള്ളത്തിനകത്ത് മിക്സായി ബയോഗ്യാസിലേക്ക് പോകും. ഒരു 4 to 5 hours കഴിയുമ്പം ഇത് ഗ്യാസായിട്ട് നമുക്ക് വെളിയിൽ കിട്ടുകയാണ്. അടുത്തത് നമ്മുടെ കിച്ചൺ വേസ്റ്റ് ഇടുന്ന സ്ഥലമാണ്. നമ്മുടെ കിച്ചണിൽ വരുന്ന വേസ്റ്റായ സാധനങ്ങൾ, അതായത് ഫുഡ് വേസ്റ്റ് ആണെങ്കിലും വെജിറ്റബിൾസിൻ്റെ കട്ട് പീസ് ആണെങ്കിലും ബാക്കി എന്തൊക്കെ വേസ്റ്റുകളുണ്ടോ അതെല്ലാം, വലിയ വലിയ എല്ലുകളാകാൻ പാടില്ല, ചെറിയ എല്ലുകൾ, പീസ് മീൻ മുള്ളുകൾ, മീൻ വെട്ടിയത്, ഇതെല്ലാം കൂടെ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ ഇൻലെറ്റിലേക്ക് ഇട്ട് കൊടുക്കണം. എന്തെങ്കിലും സ്റ്റക്കായിട്ട് കിടപ്പുണ്ടെങ്കിൽ ഞാനിങ്ങനെ ഒരു കമ്പിട്ട് പുഷ് ചെയ്ത് അകത്തേക്കിടും. ഇതും 4 to 5 hours കഴിയുമ്പോൾ ഡൈജസ്റ്റായി നമുക്ക് ഗ്യാസായിട്ട് കിച്ചണിലെത്തും. മുട്ടയുടെ തോട്, ഓറഞ്ച് തൊലി, ഉള്ളിത്തൊലി, ഇതൊന്നും ഇതിനകത്തിടാൻ പാടില്ല. ഇവയൊന്നും ഡൈജസ്റ്റ് ആവില്ല. ഇത് ഇന്ന് നമ്മൾ പിടിച്ച എലിയാണ്. എലിയെ നമ്മൾ കൊല്ലുന്നത് ഇങ്ങനെയാണ്. ബക്കറ്റിനകത്ത് വെള്ളം നിറച്ചിട്ട് ആ കൂടോടെ അങ്ങ് വെള്ളത്തിലേക്ക് ഇറക്കി വെക്കും. ഇവൻ ചാടിപ്പോകാതിരിക്കാനാണ് ഈ ഒരു ഇഷ്ടിക പീസ് അതിൻ്റെ മുകളിൽ വെച്ചിരുന്നത്. ഈ പിടിച്ച എലിക്കുട്ടിനെയും നമ്മൾ കുഴിച്ചിടുവല്ല, ഈ പ്ലാന്റിനകത്തേക്ക് ഇടുവാണ് ചെയ്യുന്നത്. പെട്ടി തുറക്കുക, നേരെ ഇവൻ സ്ലൈഡ് ചെയ്ത് അകത്തേക്ക് പോയിക്കോളും. പിന്നെ ഇത് എലിയൊക്കെ വലിയൊരു പീസ് ആയതുകൊണ്ട് പിന്നീട് ഒന്നുകൂടെ വെള്ളം ഒഴിച്ച് ആ കമ്പ് വെച്ച് കുത്തി അകത്തേക്കിടും. അതായത് ഈ പ്ലാന്റിൻ്റെ അകത്തേക്ക് പോകും. ഇവനും ഡൈജസ്റ്റായി ഗ്യാസായും സ്ലറിയായും നമുക്ക് തിരിച്ചു കിട്ടും. ഇതിന് 2 ഡ്രമ്മാണുള്ളത്, ഒരു എക്സ്റ്റേണൽ ഡ്രമ്മും ഇൻറ്റേർണൽ ഡ്രമ്മും. ഈ എക്സ്റ്റേണൽ ഡ്രമ്മിൻ്റെ 1/3 മണ്ണിൽ കുഴിച്ചിട്ടിരിക്കുകയാണ്, ബാക്കി 2/3 നമ്മൾ ഈ വെളിയിൽ കാണുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് വെള്ളമുണ്ട്, ആ വെള്ളത്തിനകത്താണ് ഇൻറ്റേർണൽ ഡ്രമ്മ് ഹോട്ട് ചെയ്ത് കിടക്കുന്നത്. ഈ കിടക്കുന്ന വെള്ളം സ്റ്റാഗ്നൻ്റ് ആണ്. ഇതിനകത്ത് കൂത്താടി മുട്ടയിടാനും കൊതുകുണ്ടാകാനുമുള്ള ചാൻസസ് ഏറെയാണ്. അതിനായിട്ട് ഞാൻ ചെയ്യുന്നതാണ് ഈ പെട്രോൾ സ്പ്രേ. ആഴ്ചയിലൊരിക്കൽ ഈ വെള്ളത്തിനകത്ത് പെട്രോൾ സ്പ്രേ ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഈ ഡ്രം ഒന്ന് കറക്കി കൊടുക്കും. അപ്പോൾ എല്ലായിടത്തും ഇത് സ്പ്രെഡാകും. പിന്നീട് ഒരു കൊതുക് പോലും ഇതിനകത്ത് വളരില്ല. ഈ ഡ്രമ്മ് രണ്ടാമത് അകത്ത് കാണുന്ന ഈ ഇന്നർ ഡ്രമ്മാണ് പൊങ്ങി വരുന്നത്. ഗ്യാസ് ഫില്ല് ചെയ്യുന്നതനുസരിച്ച് ഇത് പൊങ്ങും. ഗ്യാസ് നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇത് താഴേക്ക് താഴും. ഇന്നർ
ഡ്രം വന്ന് ഈ ഔട്ടർ റിമ്മിനകത്ത് നിൽക്കും. ഇപ്പോൾ കാണുന്നത് ഫുള്ളി ഗ്യാസ് ലോഡഡ് ഡ്രമ്മാണ്. ഈ മുകളിലത്തെ ഡ്രം നിറച്ച് ഗ്യാസാണ്, അത് കംപ്ലീറ്റ് ഫില്ലായി നിൽക്കുകയാണ്. ഇനി ഇത് നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോഴാണ് ഈ ഡ്രം താഴേക്ക് പോകുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ ഗ്യാസിൻ്റെ കൺട്രോൾ വാൽവ്. ഈ ഡ്രമ്മിൽ നിന്നുള്ള ഗ്യാസ് ഈ വാൽവ് വഴി നമുക്ക് ഓപ്പൺ ചെയ്യുകയോ ക്ലോസ് ചെയ്യുകയോ ചെയ്യാം. ഇപ്പോൾ ഇത് ഓപ്പൺ ആക്കി. ഈ ട്യൂബ് വഴിയാണ് ഗ്യാസ് നമ്മുടെ കിച്ചണിലേക്ക് പോകുന്നത്. നമ്മൾ ഈ സ്റ്റൗ വെച്ചിരിക്കുന്നത് നമ്മുടെ വർക്ക് ഏരിയയിലാണ്. ഈ ഭിത്തി തുളച്ച് നേരെ സ്റ്റൗവിലേക്കാണ് കണക്ഷൻ പോകുന്നത്. ആ ഭിത്തി തുളച്ച് വരുന്ന ഗ്യാസ് ട്യൂബ് ഇങ്ങനെയാണ് നമ്മൾ സ്റ്റൗവിലേക്ക് കണക്ഷൻ കൊടുക്കുന്നത്. ഇപ്പോൾ ഇതിനകത്ത് വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ഫ്ലെയിം കിട്ടും, നല്ല ചൂടുമുണ്ട്, പെട്ടെന്ന് തിളയ്ക്കും. എത്രത്തോളം വേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നോ അത്രത്തോളം കൂടുതൽ നമുക്ക് ഗ്യാസ് കിട്ടും. കുക്കിംഗ് ഗ്യാസിന് നല്ല വിലയുള്ള ഈ സാഹചര്യത്തിൽ നമ്മുടെ കുറേ പൈസ ലാഭിക്കുകയും ചെയ്യാം. ഞങ്ങളുടെ വീട്ടിൽ ഏകദേശം ഒരു കുറ്റി ഗ്യാസ് തീരാനായിട്ട് 1 മാസം എടുക്കുമായിരുന്നു. ഇപ്പോൾ അത് 2 മാസം എടുക്കും. കാരണം പകുതി ജോലി ഇവനങ്ങ് ഏറ്റെടുത്തു, നമ്മുടെ ബയോഗ്യാസ്. ഔട്ട്ലെറ്റിൽ കൂടെ വരുന്ന സ്ലറിയും നമ്മൾ കളയില്ല, അതെല്ലാം ബക്കറ്റ് വെച്ച് കളക്ട് ചെയ്യും. ഇതാണ് പച്ചക്കറികൾക്കും ചെടികൾക്കുമൊക്കെ ഒഴിക്കുന്നത്. ഈ ബക്കറ്റിൻ്റെ 1/3 സ്ലറി എടുക്കും, ബാക്കി വെള്ളം ഒഴിച്ച് ഫില്ല് ചെയ്യും. അങ്ങനെ ഫുള്ളാക്കിയ ഈ വളമുള്ള വെള്ളമാണ് നമ്മുടെ എല്ലാ പച്ചക്കറികൾക്കും ചെടികൾക്കും എല്ലാം ഒഴിക്കുന്നത്. വേറെ ഒരു വളവും നമ്മൾ ഇവിടെ ഒന്നും ഉപയോഗിക്കുന്നില്ല. ആഴ്ചയിൽ 1 ദിവസം എല്ലാവർക്കും ഈ വളമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കും. വേപ്പെണ്ണ വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്ത് സ്പ്രേ ചെയ്താണ് നമ്മൾ ഈ പച്ചക്കറികളുടെ എല്ലാം പുഴുവിനെ കൺട്രോൾ ചെയ്യുന്നത്. ഇതെൻ്റെ ബാക്ക് ഗാർഡനാണ്. ഇവിടെയും നമ്മൾ ഈ വളമുള്ള വെള്ളം തന്നെയാണ് എല്ലാവർക്കും ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മുടെ സിറ്റിയിലെ ലൈഫിൽ കിച്ചൺ വേസ്റ്റ് മാനേജ് ചെയ്യുക, കോഴി വളർത്തുക, പച്ചക്കറി നട്ടു വളർത്തുക, ഇതിനെല്ലാം ഉള്ള ഒരു ഒറ്റ മൂല്യമാണ് ബയോഗ്യാസ് പ്ലാന്റ്. ഇവിടെ മണമില്ല, കൊതുകില്ല, ഈച്ചയില്ല, പരിസരം നല്ല വൃത്തിയായിട്ട് കിടക്കും. പിന്നെ ഇഷ്ടംപോലെ ഗ്യാസും കിട്ടും. ഇത് കൂടുതൽ എന്ത് വേണം? നെക്സ്റ്റ് വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ.